39 സീറ്റുകൾ ഭരണത്തിലേറാൻ വേണ്ട കൊച്ചിയിൽ 43 UDF വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരെ പറയാൻ സാധിക്കുന്നത് കൊച്ചിയിൽ ഏതാണ്ട് ഭരണം ഉറപ്പിക്കുന്നു UDF എന്നത് തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ 6 കോർപ്പറേഷനുകളിൽ ഒരു കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ ഭരണം തിരികെ പിടിക്കുന്നു കോൺഗ്രസ്. അത് കൊച്ചി തന്നെയാണ്. ആ കൊച്ചിയിൽ UDF മുന്നിൽ എന്നതിനപ്പുറത്ത് UDF അധികാരത്തിലേക്ക് എന്ന് പറയാൻ സാധിക്കുന്നു. കാരണം 39 സീറ്റുകൾ ആണ് കൊച്ചി കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിക്കാൻ വേണ്ടത്. 43 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ ഭരണത്തിലേക്ക് കയറാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ കൊച്ചിയിൽ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതേസമയം കൊല്ലത്തും വലിയ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നടത്തി. ആശ്വാസമുണ്ട് LDF-ന്. പന്തളത്ത് സ്വാഭാവികമായിട്ടും ശബരിമല വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രതിഫലിക്കേണ്ടിയിരുന്ന സ്ഥലം കൂടിയാണ്. പന്തളം നഗരസഭയിൽ LDF-ന് മുന്നേറ്റം തുടരാൻ കഴിഞ്ഞിരിക്കുന്നു. 8 സീറ്റുമായിട്ട് LDF തന്നെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇഞ്ചോടിഞ്ചാണ് അവിടെ മത്സരം UDF-ഉം LDF-ഉം. പക്ഷേ നിലവിൽ ഭരിച്ചിരുന്ന പന്തളം BJP കൈവിടുന്നു എന്നുള്ളൊരു ചിത്രം അവിടെ നിന്നുണ്ട്. 5 സീറ്റുമായിട്ട് BJP മൂന്നാമത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികം. അപ്പോൾ പന്തളത്ത് ഏത് തരത്തിലാണ് ശബരിമല വോട്ടായിട്ടില്ല അല്ലെങ്കിൽ വോട്ടായിട്ടുണ്ടെങ്കിൽ അത് LDF-ന് അനുകൂലമായിട്ടാണ് പന്തളത്ത് വ്യക്തമായിരിക്കുന്നത്. BJP-യെ കൈവിടുന്നു. 2020-ൽ 2 ഇടങ്ങളിൽ ആണ് BJP അധികാരത്തിലിരുന്നത്. അതിൽ ഒന്ന് പന്തളം നഗരസഭയായിരുന്നു. അതായത് പന്തളം മുനിസിപ്പാലിറ്റി ഇപ്പോൾ കൈവിടുന്നു BJP-യെ എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കൊടുക്കുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ BJP-ക്ക് മാറി ചിന്തിക്കാം. എവിടെ പാളി, ഏത് ഇക്വേഷൻസ് പാളി എന്ന് LDF-ന് മാത്രമല്ല NDA-ക്കും ചിന്തിക്കാം. ഈ നിമിഷത്തിലേക്ക് 2026 കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 40 സീറ്റുകളിൽ കൊച്ചി കോർപ്പറേഷനിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഭരണം ഉറപ്പിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. 40 സീറ്റ്